അപ്പോൾ പെരിന്തൽമണ്ണ ഇതുവരെ കാണാത്ത ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു കുതിരയോട്ട മത്സരമാണ് പെരിന്തൽമണ്ണയിൽ ഈ പാടശേഖരത്ത് ഒരുക്കിയിട്ടുള്ളത്. സൂപ്പർ സോണിക് ക്ലബ്ബ് ദുബായ്പടി, അതായത് ഈ കേരളത്തിലും പുറത്തു നിന്നായിട്ട് 60ഓളം കുതിരകളൊക്കെ പങ്കെടുപ്പിച്ച് അതുപോലെ തന്നെ നല്ല മത്സരാർത്ഥികളൊക്കെ ഉള്ള ഒരു വലിയ മത്സരം. ഏതായാലും അവർക്ക് കൊടുക്കാനുള്ള ട്രോഫികളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് വലിയ ട്രോഫികൾ കൂടാതെ 1 മുതൽ 5 വരെയുള്ളവർക്ക് ക്യാഷ് പ്രൈസ് കൂടി ഈ സംഘാടകർ ക്ലബിന്റെ ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ വളരുന്നതിനനുസരിച്ച് ഇതുപോലെയുള്ള വലിയ വലിയ മത്സരങ്ങൾ കൂടി ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവര് മത്സരം കാണാൻ വന്നാണോ? എങ്ങനെയുണ്ട് മത്സരം? കണ്ടായിരുന്നോ? കണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. കണ്ടോ? നിങ്ങൾ തുടങ്ങിയിട്ടില്ലുള്ളൂ, എല്ലാം കണ്ടോ? അതെ. ഇനിയിപ്പോ ഇതുപോലെ ഭാവിയിൽ ഒരു കുതിരയോട്ടക്കാരനൊക്കെ ആവണം. ആ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ് കുതിരക്കുളമ്പടി ശബ്ദമൊക്കെ ഉയരുന്നത്. ഈ ദുബായ്പടിയിലുള്ള സൂപ്പർ സോണിക് ക്ലബ്ബ് അവര് കാലങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ജീവകാരുണ്യ എല്ലാ മേഖലയിലും കായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. അവരാദ്യമായിട്ട് നടത്തുന്നതാണ് ഇങ്ങനെ ഒരു ഹോഴ്സ് റേസിംഗ്. അപ്പോൾ ഇതിന്റെ സംഘാടകരൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നുള്ള 60ഓളം കുതിരകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് പറഞ്ഞു. എങ്ങനെയുണ്ട് മത്സരങ്ങൾ? ഇങ്ങനെ ഒരു മത്സരം നിങ്ങൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണ്? ആദ്യമായിട്ട് പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഇങ്ങനെ ഒരു കുതിരയോട്ട മത്സരം നടത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു ക്ലബ്ബ് മെമ്പറിന്റെ തലയിൽ ഉദിച്ചൊരു ആശയാണിത്, ഇങ്ങനെ നമുക്കിത് നടത്താം എന്നുള്ളത്. അപ്പൊ പുള്ളി അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഒന്നുകൂടി അതിന് പ്രവർത്തിച്ചു. ഇപ്പൊ നല്ല രീതിയിൽ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്ലബ്ബ് സെക്രട്ടറി, ഇപ്പോൾ ഇത്രയും വലിയ രീതിയിൽ കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നും ഉള്ള ഒരു 60ഓളം ടീമുകളെ പങ്കെടുപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ കുതിരയോട്ട മത്സരം നടത്തുന്നു. ഇതിനൊക്കെ ഒരു പ്രത്യേക അംഗീകാരവും കാര്യങ്ങളും സുരക്ഷ ഇതൊക്കെ പരിഗണിക്കണമല്ലോ. ഇതെല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മത്സരം നടത്തുന്നത്. പിന്നെ ഞങ്ങൾക്ക് മെഡിക്കല് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനെല്ലാം പിന്നെ വെറ്റിനറി എല്ലാ സാധനം മെഡിക്കൽ എല്ലാം നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇതിന്റെ ഈ ട്രോഫികളൊക്കെ സ്പോൺസർ ചെയ്ത് ഇതെങ്ങനെയൊക്കെയാണ്? ട്രോഫി ഞങ്ങൾക്ക് സ്പോൺസറിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. മത്സരിക്കാൻ എത്തുന്നവർക്ക് വേണ്ട അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങള്, പിന്നെ അതുകൂടാതെ ട്രോഫിക്ക് പുറമെ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ട്രോഫി 1 മുതൽ 15 വരെയുള്ള ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 5 വരെയുള്ള ആൾക്കാർക്ക് 5000 രൂപ വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ 15 വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോ ഈ മത്സരിക്കാൻ മുതിർന്നവർ കൂടാതെ ഇപ്പോ ഈ കേരളത്തിൽ നിന്ന് പോയി ലോകപ്രസിദ്ധയായ ഒരു കുതിരയോട്ടക്കാരിയെ കൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലെ? അപ്പോൾ നിദ ഫാത്തിമ കുട്ടിയുടെ വാർത്തയൊക്കെ ഞങ്ങൾ നേരത്തെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ മിടുക്കികളായ കുട്ടികളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ക്ലബിനും പെരിന്തൽമണ്ണയ്ക്കും അതെന്താ വെച്ചാൽ ഒരു പ്രചോദനമാണ്. കാരണം വരും തലമുറയ്ക്കും ഇനി ഇവിടെ ഉള്ള ആൾക്കാർക്കും ഈ കുതിരോട്ട മത്സരത്തിലേക്ക് എന്താ വെച്ചെങ്കിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള അറിയപ്പെടുന്ന ഈ കുതിര സവാരിയിൽ മിടുക്കരായ ആൾക്ക് എത്തിയിട്ടുണ്ട്. ആവേശമാണ്, വലിയ ആവേശമാണ്. ഈ ഇതിന്റെ താങ്കള് ഇതിന്റെ ബാക്കിയുള്ള ഭാരവാഹികളെയൊക്കെ നമുക്ക് പരിചയം. സെക്രട്ടറി, പ്രസിഡന്റ് ആണോ? സെക്രട്ടറി തന്നെയാണ് അല്ലേ? എന്താ പേര്? ഫാസിലെ. ഇത്രയും വലിയ രീതിയിൽ ഇത്രയും ഈ ദുബായ്പടിയിലെ ഈ പാടശേഖരത്ത് ഇത്രയും വലിയൊരു കുതിര ഓട്ട മത്സരമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് അല്ലേ? ഇത് റിസ്ക് തന്നെയാണ്. ഇവിടെ എല്ലാ പാടങ്ങളെല്ലാവരും തന്നെ നമുക്ക് സഹകരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ആൾക്കാരൊക്കെ. പിന്നെ ഇവിടെ നാട്ടുകാരും എല്ലാവരും ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ നാട്ടുകാരൊക്കെ ആദ്യമായിട്ടാണ് ഈ പെരിന്തൽമണ്ണയിൽ ഇങ്ങനെ ഒരു കുതിര ഓട്ട മത്സരമൊക്കെ നടക്കുന്നത്. അപ്പൊ നാട്ടുകാരിൽ നിന്ന് വലിയ പിന്തുണയ്ക്കുണ്ട്. അതുകൂടാതെ മറ്റേ എന്താ പറയാ, നിങ്ങൾക്ക് ഇവിടെയുള്ള മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇതിന് തരുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? എല്ലാവരും ഇതിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇതിന്റെ A to Z വരെ എല്ലാവരും കൂടെ ഉണ്ട്. ഇനിയും എല്ലാവരും ഉണ്ടാവുന്ന പ്രതീക്ഷയാണ്. ഇനി ഇതുപോലുള്ള വലിയ മത്സരങ്ങൾ നടത്താൻ ഇപ്പോഴേ ഒരു പ്രചോദനമാകുന്നു. നല്ലതാണോ? സൂപ്പറാണോ? കുതിര ഓടി കണ്ടപ്പോ എങ്ങനെ തോന്നി? പിള്ളേരൊക്കെ മത്സരിക്കണ്ടേ? നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ഇങ്ങനെ മത്സരിക്കണം. സവാരി കാണാൻ വേണ്ടി വന്നേ? കണ്ണൂരിന്ന് പെരിന്തൽമണ്ണയിൽ കുതിര സവാരി കാണാൻ വന്ന ആരൊക്കെ ഉണ്ട് കൂടെ? എല്ലാവരും ഉണ്ട്. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? എന്താ മിടുക്കന്റെ പേര്? മിടുക്കന്റെ പേരെന്താ? എന്റെ പേര് മോന്റെ എന്താ പേര്? അതെ. കുതിര സവാരിയൊക്കെ വലിയ ഇഷ്ടമാണോ? കണ്ണൂർ ഇങ്ങനെയുള്ള കുതിര ഓട്ട മത്സരമൊക്കെ ഉണ്ടോ? കണ്ണൂർ ഇതുപോലെ മത്സരങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. എങ്ങനെയുണ്ട്? നിങ്ങൾ എവിടെ നിന്ന് വരുന്നത്? കണ്ണൂരിൽ നിന്ന് കുതിര സവാരി മത്സരം കാണാൻ വന്നതാ? നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ കുതിരോട്ട മത്സരമൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ ഒരു മത്സരം ഉണ്ടെന്ന് പറഞ്ഞ് കാണാൻ വന്നതാ. ഇങ്ങനെയുണ്ട് മത്സരം കണ്ടിട്ട്?
ആവേശമാണ്. എന്താ പേര് മോനെ? അപ്പൊ അവധിക്കാലമൊക്കെ ആയിട്ട് കാല് ചെറിയൊരു ഫ്രാക്ചറൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുക, വീട്ടിലിരിക്കുകയാണെങ്കിലും പെരിന്തൽമണ്ണയിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ വരാൻ പറ്റിയില്ലല്ലോ. എന്താ പേര് മോനെ? ഇവിടെ തന്നെയല്ലേ വീട്? ഈ കുതിരസവാരി വലിയ ഇഷ്ടമാണ്. അതെ. അപ്പൊ എങ്ങനെയുണ്ട് മത്സരമൊക്കെ കണ്ടിട്ട്? പെരിന്തൽമണ്ണയിലെ ആദ്യ സംഭവമാണ്. എന്ത് പറയുന്നു ഇങ്ങനെയുള്ള മത്സരങ്ങളെ കുറിച്ചൊക്കെ? ഈ പെരിന്തൽമണ്ണയിൽ ഇതൊക്കെ ആദ്യ സംഭവമാണ്. ഈ മത്സരമൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെല്ലേ. അതായത് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും വരെ ഈ കുതിരസവാരി കാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ് ഈ മത്സരം കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ലതാണ്. നിങ്ങൾ എവിടെന്നാ? ഇവിടെ തന്നെയാണ്. ഈ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹോഴ്സ് റേസ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള മത്സരം ഞങ്ങളുടെ ഹോഴ്സും ഉണ്ട്, ഇറങ്ങുന്നുണ്ട്. നിങ്ങളെ അവധിക്കാലമായിട്ട് ഇത്രയും വലിയൊരു മത്സരം കാണാൻ വന്നിട്ട് എന്ത് മത്സരം കണ്ടായിരുന്നോ നിങ്ങള്? കണ്ടു. എങ്ങനെയുണ്ട്? സൂപ്പർ. നിങ്ങൾ എവിടെന്നാ വരുന്നേ? ഇതുപോലുള്ള മത്സരങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. ഈ വലിയ സംഭവങ്ങളാ, ഒരുപാട് സ്ഥലത്തു നിന്നുള്ള കുതിരകളൊക്കെ ഉണ്ട്. കണ്ടിട്ട് എന്ത് തോന്നി? സൂപ്പറാണ്. പെരുന്തൽമണ്ണ ആദ്യമാണ് ഇതുപോലെ ഒരു ഹോഴ്സ് റേസ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട്? ഏകദേശം കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ കുറെ കുതിരകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് എന്ത് പറയുന്നു നിങ്ങൾ? ഇങ്ങനെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആദ്യമായിട്ട് പെരിന്തൽമണ്ണ പല കാര്യങ്ങളിലും വളരണം. അപ്പൊ കായിക രംഗത്ത് ഇതൊരു വലിയ കുതിപ്പായി മാറുമല്ലോ അല്ലേ? കുതിരയോട്ട മത്സരമൊക്കെ സംഘടിപ്പിക്കുന്നത് എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇത് ഒരു പുതിയൊരു അനുഭവമല്ലേ നിങ്ങൾ? പുതിയൊരു അനുഭവമാണ്. മത്സരം കണ്ടു, കുഴപ്പമില്ല. നമ്മൾ ബൈപ്പാസ് വന്നിട്ട് ഫസ്റ്റാ. ഏതായാലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വലിയ സംഭവം കാണാൻ പറ്റിയില്ലേ? വളരെ നന്നായി. നിങ്ങളോ? വളരെ നന്നായി. കണ്ടോ നിങ്ങള് മത്സരം കണ്ടോ? നേരത്തെ എവിടെയെങ്കിലും ഇങ്ങനെ മത്സരം കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യമായിട്ട് കാണുക. അപ്പൊ ഈ അവധിക്കാലത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആവേശ മത്സരം കാണാൻ പറ്റിയല്ലേ? എന്ത് പറയുന്നത്? എങ്ങനെയുണ്ട് മത്സരം കണ്ടിട്ട്? അടിപൊളി. സൂപ്പർ സോണിക് ക്ലബിനെ സമ്മതിക്കണം. അടിപൊളി. ഒരു മത്സരമൊക്കെ ഇവിടെ ആദ്യമായിട്ടാണല്ലോ. അത് എങ്ങനെയുണ്ട് മത്സരം? കുതിരോട്ട മത്സരം അടിപൊളിയല്ലേ. ഞങ്ങളെ നാട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. വലിയ വെയിലത്താണ് എന്നാലും വെറും വെയിലാണ്, എന്നാലും ആരും അത് ഒരു കാര്യമാക്കണില്ല. അത് എല്ലാവർക്കും നല്ല പ്രതീക്ഷയാണ്. നല്ല മത്സരമാണ്. നല്ല മത്സരമാണ്, അടിപൊളിയാണ്. അപ്പൊ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഈ മേഖലയിലെ കൗൺസിലറാണ് റാഷിഖ്. ഇതിന്റെ ഒരു സംഘാടകനായിരിക്കുമല്ലേ? ക്ലബിന്റെ ഭാരവാഹിയാണോ? അതെ അല്ലേ. ഈ ഇങ്ങനെ ഒരു വലിയ മത്സരം നടത്തുക, അതായത് ഈ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ട്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മത്സരം നടത്താൻ വലിയ പ്രചോദനവും മറ്റുള്ളവരുടെ സഹകരണവും ഒക്കെ ഉണ്ടായിട്ടില്ല. എങ്ങനെ കിട്ടിയതൊക്കെ? തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഈ പാടത്തെ നെല്ല് കൊയ്ത് കഴിഞ്ഞാല് സാധാരണ ഇവിടെ ഫുട്ബോളാണ് നടക്കാറ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ആശയം നമ്മുടെ ക്ലബ്ബ് അംഗങ്ങൾക്കിടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരികയും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പെരിന്തൽമണ്ണയിൽ തന്നെ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ മീറ്റിംഗ് കൂടിയതിനു ശേഷം ഈ നാട് തന്നെ ഒന്നിച്ച് ഇതിനു വേണ്ടി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമ്മളിപ്പോ നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞ ഓരോ വീട്ടുകാർക്ക് പോലും ഇവിടുത്തെ പാർട്ടിസിപ്പൻസ് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനും ഇതിനൊക്കെ എല്ലാവരും ഈ അയൽവാസികളും കാര്യങ്ങളും എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഈ നാട് ഒന്നടങ്കം ഈ ക്ലബിന്റെ കൂടെ വലിയൊരു ആഘോഷമായിട്ട് തന്നെയാണ് ഈ പരിപാടിയെ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് 60ഓളം ഈ കുതിരകളും അതിന്റെ ആളുകളൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ സംഭവമാണല്ലോ. തീർച്ചയായിട്ടും നമ്മള് മലപ്പുറം ജില്ലയിൽ തന്നെ കൂടുതൽ മത്സരങ്ങൾ ഇത്തരത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പെരിന്തൽമണ്ണ ഇത്തരത്തിൽ അതിനൊരു വേദിയായി അതിന് കാരണക്കാരായ സൂപ്പർ സോണിക് ക്ലബ്ബ് മാറി എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ച് വലിയൊരു അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഇനിയിപ്പോ ഇതുപോലുള്ള വലിയ മത്സരങ്ങളാണ് ഇനി ജനങ്ങൾ പ്രതീക്ഷിക്കുക. അങ്ങനെയുള്ള വലിയ, കാരണം ഇത്രയും വലിയത് നടത്തിയിട്ട് ഇനി ഇതിന് മുകളിലേക്ക് പോകണം, താഴേക്ക് വരാൻ പറ്റില്ല. പിന്നെ വലുതായിരിക്കുമല്ലോ നിങ്ങളുടെ ആശയങ്ങൾ. തീർച്ചയായിട്ടും കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് ഈ നാടിന്റെ കലാകായിക രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ക്ലബ്ബാണ് സൂപ്പർ സോണിക്. ഇനിയും തുടർച്ചയായി ഇതിന്റെ തുടർ കാലങ്ങളിൽ ഇതിലും വലിയ പരിപാടികൾ സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് സൂപ്പർ സോണിക് ക്ലബിനെ കുറിച്ച് 4 പതിറ്റാണ്ടായിട്ട് ഇവിടെ കായിക മേഖലയിൽ, സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഇവരുടെ ഒരു ആശയമാണ് ഇവര് പരസ്പരം ഇവിടെ സാധാരണ ഫുട്ബോൾ, ക്രിക്കറ്റ് ഇങ്ങനെയൊക്കെയാണല്ലോ അവധിക്കാലത്ത് നടക്കുന്ന മത്സരങ്ങൾ. അപ്പൊ ഒന്ന് വ്യത്യസ്തമാവണം തോന്നി. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു കുതിര സവാരി മത്സരമാണ് ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ സാക്ഷ്യം വഹിക്കുന്നത്. ഏകദേശം 60ഓളം കുതിരകളും അതിൻ്റെതായ സൗകര്യങ്ങൾ, അംഗീകാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രോഫികൾ, ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ട്. ഏതായാലും ഇതുപോലെ ഉള്ള വലിയ മത്സരങ്ങൾ നടത്തി പെരിന്തൽമണ്ണ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ കാര്യങ്ങളിലും. അങ്ങനെ കായിക രംഗത്തും ഇനി വലിയ കുതിപ്പിന് ഇതൊരു കാരണമാകട്ടെ എന്നാണ് ഞങ്ങൾക്കും ആശംസിക്കാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. സ്വർണം ഒരു അമൂല്യനിധിയാണ്. ഒപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അടച്ചു സൂക്ഷിക്കുന്നതിലല്ല, പകരം
അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.